ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിമുട്ട വറവാണ് കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഉള്ളിമുട്ട വറവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാലക്കൂട്ടം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഇതുപോലെ ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തീരെ ചെറുതായതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി വലിയ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മതിയാവും. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് വെളുത്തുള്ളി അല്ലിയും കൂടി. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 വെളുത്തുള്ളി അല്ലി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളി അല്ലിയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടിയാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതിയാവും. ആ പുളിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം എരിവ് കുറഞ്ഞൊരു മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണം എന്ന് ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർക്കാതെ ലൈറ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറിയൊരു രീതിയിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടായി ഒന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ആ 4 മുട്ട ഇതിലേക്കൊന്ന് ചേർക്കാം. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ലൈറ്റായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളിതിങ്ങനെ വറുത്തെടുക്കുന്നത് ഒരുപാട് ഇങ്ങനെ തരിതരിയായിട്ട് ആകാൻ വേണ്ടി പാടില്ല. ഇതുപോലെ അത്യാവശ്യം വലിയൊരു പീസായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. കൂടെ തന്നെ നമ്മുടെ ഈ മുട്ടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ മുട്ട എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ വറുത്തെടുത്ത ഈ മുട്ട എല്ലാം ചെറിയൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് വീണ്ടും അതേ കടായിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. കടുക് ഒന്ന് പൊട്ടിത്തിറങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളകും കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമുക്കിതിലേക്ക് നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അതായത് കുറച്ച് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ വളരെ കുറഞ്ഞ സമയം മാത്രം നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഈ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടും. അതായത് നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ചമണവും പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് അത് ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. നമ്മൾ നേരത്തെ മുട്ട വറുത്തെടുത്ത ആ ഒരു സമയത്ത് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരികയാണ്. ഈ തിളച്ച് വരുന്ന ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാവുന്നതാണ്.
മുട്ടയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒരു 2 മിനിറ്റോളം ഞാൻ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറ്റിച്ച് വേണം കേട്ടോ നമ്മളിത് എടുക്കാനായിട്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമുക്ക് വേണ്ടതാണ് ഇതിന് മുകളിലായിട്ട് ഒരല്പം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു നല്ല എരിവും അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പും അങ്ങനെ നല്ല ആ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.